أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. قال أقررتم وأخذتم على ذلكم إصري؟ قالوا أقررنا. قال فاشهدوا وأنا معكم من الشاهدين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ, മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുകയും ആ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം സംഭവ ബഹുലമാണ് എന്നും അത് കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരാണ്. നബിയുടെ ജീവിതം പഠിക്കുന്നതിലൂടെ ഒട്ടനവധി ഗുണങ്ങൾ സത്യവിശ്വാസികൾക്ക് ലഭിക്കാനുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പ്രത്യേകതകൾ കൂടി നമ്മൾ അറിയുകയും പഠിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ അഥവാ ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇട്ടുതരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ, ആ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പ്രവാചകന്മാർക്കൊന്നും നൽകാത്ത ആദരവ് അന്തിമ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖലമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്: വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ തീർച്ചയായും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്.
വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 113-ാമത്തെ ആയത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം ഉണർത്തുന്നത് വലൗലാ ഫളലുല്ലാഹി അലൈക വറഹ്മതുഹു ലഹമ്മത് ത്വായിഫത്തും മിൻഹും അൻ യുളില്ലൂക. അല്ലാഹുവിൻ്റെ ഫളലും അല്ലാഹുവിൻ്റെ റഹ്മത്തും ഇല്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂലേ, അവരിലൊരു വിഭാഗം താങ്കളെ വഴിപിഴപ്പിക്കുവാൻ ശ്രമിച്ചേനെ. പക്ഷേ വമാ യദില്ലൂക ഇല്ലാ അൻഫുസഹും, അവർ അവരുടെ സ്വന്തത്തെ തന്നെയാണ് വഴിപിഴപ്പിക്കുന്നത്. വമാ യദുറൂക മിൻ ശൈഇ, അവരുടെ പ്രവർത്തനവും താങ്കൾക്ക് ഒരു ദ്രോഹവും വരുത്തുകയില്ല. എന്നിട്ട് ഖുർആൻ പറയുകയാണ് വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അല്ലാഹു താങ്കൾക്ക് കിതാബും ഹിക്മത്തും ഇറക്കി തന്നിട്ടുണ്ട്. അല്ലാഹു വേദഗ്രന്ഥവും വിജ്ഞാനവും താങ്കൾക്ക് ഇറക്കി തരുന്നിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം, താങ്കൾ അറിയാത്ത കാര്യങ്ങൾ താങ്കൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന് അറിയാത്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വകാന ഫളലുല്ലാഹി അലൈക അദീമാ, നിന്റെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വമ്പിച്ചതാകുന്നു. അള്ളാഹു താങ്കൾക്ക് നൽകിയ ശ്രേഷ്ഠത എത്രയോ വലുതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചത്. അള്ളാഹുവിൻ്റെ ഫളല് അത് വമ്പിച്ചതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 253-ാമത്തെ ആയത്തിൽ കൂടി ഒന്നുകൂടി എടുത്തു പറഞ്ഞു തിൽക്കർ റുസുലു ഫളൽനാ ബഅദുഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദുഹും ദറജാത്ത്. അപ്രകാരം പ്രവാചകന്മാർക്ക് മറ്റു ചില പ്രവാചകന്മാർക്ക് മാത്രം മഹത്വം നൽകിയിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മഹത്വങ്ങൾ, ചില ഫളലുകൾ, ചില ഫളായിലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിനാൽ അള്ളാഹുവിനോട് സംസാരിച്ചവരുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റൂഹുൽ ഖുദുസ് വഴി ജനിച്ചവരുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നൽകിയിട്ടുള്ള പ്രവാചകന്മാരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരുന്ന കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില ഫളായിലുകൾ, ചില ഖസായിസുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നാം മുഴുവൻ തിരഞ്ഞാലും യാ മുഹമ്മദി എന്ന തരത്തിലുള്ള ഒരു അഭിസംബോധനം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിശുദ്ധ ഖുർആൻ നമുക്ക് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദി എന്ന് പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ടില്ല. മറിച്ച് ഖുർആൻ അഭിസംബോധനം ചെയ്തിട്ടുള്ളത് യാ അയ്യുഹൻ നബി കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, യാ നബി എന്ന്. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ യാ അയ്യുഹർ റസൂൽ. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധനം ചെയ്തത് മുഹമ്മദ് എന്ന പേരെടുത്ത് വിളിച്ചതായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു പ്രവാചകന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധ ഖുർആൻ ഒന്ന് പരിശോധിച്ചു നോക്കൂ. യാ ആദം ഉസ്കുൻ അൻത വ സൗജുകൽ ജന്ന, ആദമേ നിന്റെ ഇണയും നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക, സ്വർഗത്തിൽ നീ താമസിച്ചു കൊള്ളുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞു യാ നൂഹ് ഇഹ്ബിത് ബിസലാം, ഏ നൂഹേ
എൻ്റെ ബറക്കത്ത് കൊണ്ടും സലാമത്തിനാലും നീ കപ്പലിലേക്ക് കയറിക്കൊള്ളുക. വിശുദ്ധ ഖുർആൻ നമ്മളൊന്ന് പരിശോധിക്കണം. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, ഏ ഇബ്രാഹിമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അഭിസംബോധനം ചെയ്തു. യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരികയാണ്. ലൂത്ത് നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് വിളിച്ചു. യാ ലൂത്ത് യാ മൂസ ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലയോ മൂസ, ഞാനാകുന്നു അല്ലാഹു, എന്നെ നീ ആരാധിക്കുക എന്ന് മൂസാ നബിയുടെ പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധനം ചെയ്യുന്നത്. യാ സകരിയ ഇന്നാ നുബശ്ശിറുക ബിഉലാമിൻ ഇസ്മുഹു യഹ്യ. യാ യഹ്യ. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കൂ. യാ ഈസ ഇന്നി മുതവഫീക വറാഫിഉക ഇലൈഹി. ഇങ്ങനെ പ്രവാചകന്മാരുടെ പേരെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അഭിസംബോധനം ചെയ്തതായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ താളുകൾ എടുത്ത് പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന പദപ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്ത് യാ അയ്യുഹൻ നബി യാ അയ്യുഹർ റസൂൽ എന്ന രീതിയിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയാണത്. മറ്റു പ്രവാചകന്മാരോട് അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കണമെന്നും ആ റസൂലിനെ സഹായിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരിക. ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരോടും അവസാനം വരാനിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണമെന്നും ആ പ്രവാചകനെ സഹായിക്കണമെന്നുമുള്ള കരാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരോടൊക്കെ അല്ലാഹു കരാർ വാങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 81-ാമത്തെ വചനമാണ് സഹോദരന്മാരെ ഞാൻ തുടക്കത്തിൽ ഓതി വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇപ്രകാരമാണ്. വഇദ് അഖദല്ലാഹു മീസാകൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ. നാം എല്ലാ പ്രവാചകന്മാരിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭം അവർക്ക് കിതാബും ഹിക്മത്തും നൽകിയത് ശേഷം ثم جاءكم رسول مصدق لما معكم. അവരോട് കരാർ വാങ്ങിയതിന് ശേഷം അവർക്ക് കിതാബും ഹിക്മത്തും നൽകിയതിനു ശേഷം എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർ വരികയാണെങ്കിൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, അവരിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. ഖാല അഖറർതും, നിങ്ങളത് അംഗീകരിക്കുന്നുവോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ആ പ്രവാചകന്മാർ പറയുന്നത് വഅഖദതും അലാ ദാലികും ഇസ്രി, എൻ്റെ കൽപ്പന നിങ്ങൾ ഏറ്റെടുക്കുന്നുവോ എന്ന് പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചപ്പോൾ ആ പ്രവാചകന്മാർ മുഴുവനായി കൊണ്ടവർ മറുപടി പറയുന്നത് ഇപ്രകാരമാണ്. ഖാലൂ അഖറർനാ, ഞങ്ങളിതാ അംഗീകരിച്ചിരിക്കുകയാണ്, ഞങ്ങളിതാ ഏറ്റെടുത്തിരിക്കുകയാണ്. ഖാല ഫശ്ഹദൂ, എങ്കിൽ അതിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചു കൊള്ളുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സാക്ഷ്യം വഹിച്ചു കൊള്ളുക. വഅന മഅകും മിനശ് ഷാഹിദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നവനാണ്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അവസാനം വരുന്ന മുഹമ്മദ് നബിക്ക് മാത്രമാണ് ഈ വിഷയം ബാധകമല്ലാത്തത്. ബാക്കി എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കരാർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവാചകന്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. മൂന്നാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് രേഖപ്പെടുത്തിയിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നത് പോലും ചില രീതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ടുണ്ട്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ നബിയോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. എല്ലാവരുടെയും പേരെടുത്ത് വിളിക്കുന്നത് പോലെ പ്രവാചകന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു വിളിക്കാൻ പാടില്ല. മറിച്ച് ബഹുമാനത്തോടു കൂടി നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് എന്ന് മാത്രം നമ്മൾ പറയാൻ പാടില്ല. മറിച്ച് പ്രവാചകന്റെ പേര് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പൂർണ്ണമായി കൊണ്ട് നമ്മൾ പറയണം. അങ്ങനെ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ. എല്ലാവരുടെയും മുമ്പിൽ ശബ്ദമെടുത്ത് വിളിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ശബ്ദമെടുത്ത് വിളിക്കാൻ പാടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നതാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തജ്അലൂ ദുആഅർ റസൂൽ ബൈനകും കദ്ദുആഇ ബഅദികും ബഅദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അവന്റെ പേര് ഒരിക്കലും അങ്ങനെ വിളിക്കുവാൻ പാടില്ല. നിങ്ങൾ വ്യക്തികൾ പരസ്പരം പേരുകൾ എടുത്ത് വിളിക്കുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് യഅലമുല്ലാഹു അല്ലദീന യതസല്ലലൂന മിൻകും ലിബാദാ. കാര്യങ്ങളിൽ നിന്ന് ഒളിഞ്ഞുകൊണ്ട് ചോർന്നു പോകുന്നവരെ പറ്റി തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നതാണ്. ഫല്യഹ്ദരില്ലദീന യുഖാലിഖൂന അൻ അംരി. അള്ളാഹു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് അനാവശ്യമായി അഭിപ്രായ വ്യത്യാസം വെച്ച് പുലർത്തുന്ന ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അങ്ങനെ വെക്കുന്ന ആളുകൾ അവർ സൂക്ഷിച്ചു കൊള്ളുക. എന്താണ് അവരെ സൂക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അൻ തുസീബഹും ഫിത്നതും ഔ യുസീബഹും അദാബുൻ അലീം. താങ്ങാൻ കഴിയാത്ത ഫിത്നയോ വേദനാജനകമായ ശിക്ഷയോ അവരെ പിടികൂടുമെന്ന് അവർ ഭയപ്പെട്ടുകൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, ആ പേര് വിളിക്കുമ്പോൾ പോലും നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാന പുരസ്കാരത്തോടു കൂടി വിളിക്കണമെന്നുള്ളതാണ്. ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കണമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പോലും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത നമുക്ക് പഠിപ്പിക്കുക. ആ റസൂലിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉച്ചത്തിൽ സംസാരിക്കാനോ പ്രവാചകനെ മറ്റുള്ളവരെ വിളിക്കുന്ന പേര് വിളിക്കുന്നത് പോലെ വിളിക്കുവാനോ പാടില്ല. അള്ളാഹിന്റെ പ്രവാചകന് ചില പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പ്രവാചകന്മാർക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ അർത്ഥത്തിലെ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുവാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. നാലാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകനാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. ആ പ്രവാചകനിലൂടെ വഹി അവസാനിച്ചു കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ ആയത്തിൽ കൂടി വിശദീകരിച്ചിരുന്നുണ്ട്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീന വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും, മുഹമ്മദ് നിങ്ങളുടെ പുരുഷന്മാരിൽ ഒരാളുടെയും പിതാവായിട്ടില്ല. വലാകിൻ റസൂലല്ലാഹ്, മറിച്ച് ആരാണ്? നിങ്ങളുടെ റസൂലാണ്. റസൂല് മാത്രമാണോ? വഖാതമൻ നബിയ്യീൻ, നബിമാരിൽ അവസാനത്തെ പ്രവാചകനുമാണ്. ഇനി ഒരു പ്രവാചകൻ ഈ ഭൂലോകത്തേക്ക് വരാനില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമാ, അല്ലാഹു എല്ലാ വസ്തുക്കളെ കുറിച്ചും കൃത്യമായി കൊണ്ട് അറിയുന്നവനാണ്. ഒരു ഹദീസ് എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഇന്ന മസലി വ മസലിൽ അംബിയാഇ മിൻ ഖബ്ലി, എന്റെയും എനിക്ക് മുമ്പും കടന്നു വന്ന പ്രവാചകന്മാരുടെ ഉദാഹരണം
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരാം. കമസലി റജുലിൻ, ഒരു മനുഷ്യനെ പോലെയാണ്, ഒരാളെ പോലെയാണ്. ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരികയാണ്. എൻ്റെയും എനിക്ക് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടെയും ഉദാഹരണം എന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരികയാണ്. ബനാ ബൈതൻ ഫഅഹ്സനഹു വഅജ്മല. അയാൾ ഒരു വീടുണ്ടാക്കി, ഏറ്റവും നല്ല രൂപത്തിലാണ് അയാൾ വീടുണ്ടാക്കിയത്. എന്നിട്ട് അതിനെ സുന്ദരമാക്കി മാറ്റിയെടുത്തു. എന്നിട്ട് അയാൾ ആ വീടിൻ്റെ ഒരു മൂലയിൽ മാത്രം ഒരു ഇഷ്ടിക മാത്രം ഒഴിച്ചു വെച്ചു. ആ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടിക മാത്രം അയാൾ എന്ത് ചെയ്തു? ഒഴിച്ചു വെച്ചു. എന്നിട്ട് ജനങ്ങൾ ആ വീട് വന്നിങ്ങനെ ചുറ്റിക്കറങ്ങുവാൻ വേണ്ടി ഇതിങ്ങനെ കണ്ടാസ്വദിക്കാൻ തുടങ്ങി. വയഅ്ജിബൂന ലഹു, ആ വീടിന്റെ സൗന്ദര്യം കണ്ട് അവർക്ക് അത്ഭുതം തോന്നി. ആളുകളൊക്കെ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. വയഖൂലു, എന്നിട്ട് ജനങ്ങൾ പറയാൻ തുടങ്ങി, ഹൽ വുദിഅത് ഹാദിഹി ലബിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഒരു ഇഷ്ടിക കൂടി വെച്ചിരുന്നുവെങ്കിൽ ആ വീട് എത്ര സുന്ദരമായിരുന്നു. ആ ഒരു സ്ഥലത്ത്, ആ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ഇഷ്ടികം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് എത്ര സുന്ദരമായിരുന്നു എന്ന് ആളുകളൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയാൻ തുടങ്ങി. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന ലബിനാ, ഞാനാണ് ആ ഇഷ്ടികയും കൂടി വെച്ചാൽ അത് പൂർത്തിയാകും. വഖാതമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വന്നതോടുകൂടി ആ ഇഷ്ടികയും പൂർത്തിയായി, ആ വീടിന്റെ പണി മുഴുവനും പൂർത്തിയായി. ഇനി ഒരു പ്രവാചകനും, എനിക്ക് ശേഷം ഒരു പ്രവാചകനും വരാനില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരിക. അത്ര കൃത്യമായിക്കൊണ്ട് ഈ ലോകത്തേക്ക് വന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മതത്തെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരിക. ആ പ്രവാചകൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ നിഗല മേഖലയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചുകൊണ്ട് അതിലൂടെ സത്യവിശ്വാസികൾ നേടിയെടുക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ചത്. അതിൽ അഞ്ചാമത്തെ പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബി മാത്രമല്ല, ആദം സന്തതികളുടെ മുഴുവൻ നേതാവാണ് എന്ന് കൂടിയാണ് ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അന സയ്യിദു വലദി ആദമോ എന്ന് പറയുന്ന ഒരു ഹദീസ് തുടങ്ങുന്നുണ്ട്. ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആദം സന്തതികളുടെ നേതാവാണ്. ഒന്ന്, ആദം സന്തതികളുടെ നേതാവാണ്. ഖബർ പിളർന്നുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. ഖബർ പിളർന്നുകൊണ്ട് അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ ഖബറിൽ നിന്ന് എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. ആദ്യമായി ശുപാർശക്ക് അള്ളാഹു അവസരം നൽകുന്നത് എനിക്കായിരിക്കും. ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്നിൽ നിന്നായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളായിക്കൊണ്ടൊക്കെ ഹദീസുകൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ഖുതുബയിൽ സൂചിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് അറിഞ്ഞും അറിയാതെയും
ചെറുതും വലുതുമായതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള തെറ്റുകൾ ചെയ്തവരാ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ.